എന്തായാലും ജീവൻ വന്നതിന് ശേഷം അനുമോള് മൊത്തത്തിലങ്ങ് മൂഡ് ഓഫ് ആയിരുന്നു. പക്ഷെ രണ്ടുപേരും പരസ്പരം മിണ്ടുകയോ, നോക്കുക പോലും ചെയ്യുന്നില്ലായിരുന്നു. അനുമോള് നോക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരൻ മൈൻഡ് പോലും ചെയ്യുന്നില്ലായിരുന്നു. ഹഗ് ചെയ്യുന്നില്ല, ഷേക്ക് ഹാൻഡ് കൊടുക്കുകയൊന്നും ചെയ്യുന്നില്ല. പക്ഷെ അവസാനം ഇറങ്ങാൻ നേരത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജീവൻ ചെന്ന് അനുമോളുടെ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് വീഡിയോയിൽ കാണാം. ശരിക്കും അനുമോള് പുള്ളിക്കാരന്റെ വരവിനങ്ങ് ഓഫായി പോയി. പുള്ളിക്കാരത്തി ആ വീട്ടിലുള്ള പലർക്കും അറിയത്തില്ലെന്ന് തോന്നുന്നു. കുറച്ച് പേർക്കറിയാം. ഇതിനിടയിലൂടെ നമ്മുടെ അനീഷേട്ടൻ ചോദിക്കുന്നുണ്ട്, ജീവനോട് ചോദിക്കുന്നുണ്ട്, ഈ സ്വന്തം ജീവിതവുമായിട്ടും ഈ സീരിയലുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും കൂടെ ചോദിക്കുന്നുണ്ട്. പുള്ളിക്കാരെ അറിയാതെ കൊണ്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പം ജീവൻ പറയുന്നുണ്ട് പകുതി ബന്ധമുണ്ട്, പകുതി ബന്ധമില്ലെന്ന് പറയുന്നുണ്ട്. പിന്നെ അനുമോൾ അന്ന് ബാത്റൂമിൽ പോയിരുന്ന് കരയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ തന്നെ മൂഡ് ഓഫ് ആയി പുള്ളിക്കാരത്തി ഇതേ മേക്കപ്പ് റൂമിൽ കയറി ഒതുങ്ങി കൂടിയിട്ടുണ്ട്. അവിടേക്ക് ബിന്നിയും ആതിരയും നൂറയൊക്കെ വരുന്നുണ്ട്. ആരും ഒന്നും മിനിമോളോട് ചോദിക്കുന്നില്ല. പക്ഷേ ഷാനവാസിനറിയാം, ജിഷിനറിയാം, മറ്റുള്ളവർക്കൊക്കെ അറിയാം. ഇവര് വന്നതിന് ശേഷം അനുമോള് അങ്ങോട്ട് ചെന്ന് മിണ്ടാനോ എടുക്കാനൊന്നും ശ്രമിക്കുന്നത് കൂടിയില്ല. അതുപോലെ തന്നെ ആ പെൺകുട്ടിയായിട്ട് അനുമോള് ചെന്ന് ഷേക്ക് ഹാൻഡ് കൊടുക്കുകയും ഹഗ് ചെയ്യുകയും ആശംസകൾ നേരുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോ ബിഗ് ബോസിനകത്ത് ഹൈലൈറ്റ് ആയിട്ട് അതായിരിക്കും കാണുന്നത്. പ്രൊമോയിൽ പോലും വന്നു കഴിഞ്ഞിരിക്കുന്നു. ജീവന്റെ വരവിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന അനുമോളെ നമുക്ക് ആ പ്രൊമോയിൽ കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഇന്ന് ലൈവില് പ്രതീക്ഷിക്കാൻ പറ്റുന്നു. പക്ഷെ കുറച്ച് കാര്യങ്ങൾ പുറമെ കാണിക്കുന്നില്ല. ചിലപ്പോൾ ഒരുപക്ഷെ അത് എപ്പിസോഡ് കാണിക്കാൻ വേണ്ടി അവർ മാറ്റി വെച്ചിരിക്കുന്നതായിരിക്കാം. അപ്പൊ എപ്പിസോഡിൽ നമുക്ക് കാണാം ഇവർ തമ്മിലുള്ള അനുമോളുടെ കൂടുതൽ വിഷമിച്ചിരിക്കുന്ന ഫേസ് നമുക്ക് എപ്പിസോഡിൽ മിക്കവാറും കാണാൻ പറ്റും.